178 വീടുകളിൽ ഒരു വീട് കിട്ടിയിട്ടുള്ള ഒരു കുടുംബത്തെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ചെലവിന് വേണ്ടി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് 9,000 രൂപയും വാടക ഇനത്തിൽ 6,000 രൂപയും ലഭിക്കുന്നു. ഒരു ഉമ്മയും മകളുമാണ് വന്നത്. അപ്പോൾ മകളുടെ അക്കൗണ്ടിലേക്കാണ് 6,000 രൂപയും ചെലവിലേക്കുള്ള 9,000 രൂപയും വരുന്നു. ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് 9,000 രൂപ വരുന്നു. അപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് 24,000 രൂപ ആ കുടുംബത്തിലേക്ക് വരികയാണ്. ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പം ഏതൊരു ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയും? വളരെ വളരെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ കഴിയാത്തത്ര അത്ഭുതമാണ്. കാരണം 24,000 രൂപ ഒരു കുടുംബത്തിലേക്കാണ് വരിക. ഇത് വളരെ അഭിമാനം, സന്തോഷം. ഈ വീട് കണ്ടപ്പോൾ ആദ്യം ഇത്ര മനോഹരമായ ഒരു വീട്, അപ്പോൾ ഇതുപോലൊരു വീട് നമുക്ക് പണിയാൻ സാധിച്ചെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നി. എല്ലാ സൗകര്യങ്ങളോടും കൂടി, എന്നുവെച്ചാൽ ഒരു വീട്ടമ്മമാർ എന്ന നിലയിൽ, ഒരു സ്ത്രീകൾ എന്ന നിലയിൽ ഒരു വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള നല്ല ഒരു വീട്. അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പ്, നല്ല ഒരു അന്തരീക്ഷമായിട്ടുള്ള ഒരു നല്ല വീട്. നല്ല എല്ലാ ഫർണിച്ചറുകളും കാര്യങ്ങളും, എല്ലാ പണികളും, അതിൻ്റെ കബോർഡുകൾ, അളമാരികൾ, ബാത്റൂം, എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടുണ്ട്. ചെടി വെക്കാനുള്ള സ്ഥലം പ്രത്യേകം. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായി തോന്നി. പിന്നെ മുറ്റമെല്ലാം കണ്ടപ്പോൾ തോന്നി ഒരത്യാവശ്യം ഒരു ചെറിയ കുടുംബത്തിന് ഗ്രോ ബാഗുകളിലായാലും ചെടിച്ചട്ടികളിലായാലും അവരുടെ അത്യാവശ്യത്തിനുള്ള പച്ചക്കറികൾ നടുന്നതിന്, ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിനൊക്കെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടും അതിൻ്റെ കോമ്പൗണ്ടും എല്ലാമാണ് വളരെ മനോഹരമാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള, അവരെ സംബന്ധിച്ചുള്ള കുട്ടികളുടെ പഠനം അതിന് കഴിഞ്ഞ ശേഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വീടാണ്. അപ്പോൾ വീട് പലപ്പോഴും 5-10 ലക്ഷം രൂപയുടെ വീട് എടുക്കുകയും അത് 20 ലക്ഷം രൂപയായിട്ട് തിരിച്ചടക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ സമാധാനപരമായിട്ട് ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ സാധിക്കില്ല. എപ്പോഴും നമുക്കത് തന്നെ. പക്ഷേ ചൂരൽമലയിൽ നിന്നും വീട് നഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്കും സമാധാനപരമായി സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തീർച്ചയായും ഇത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഇത്രയും നല്ല രീതിയിൽ തന്നെ ഈ വീട് പണിതുകൊണ്ട്. നല്ല വീടാണ്. എല്ലാവർക്കും വീടൊക്കെ പോയവർക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഒരു ഇച്ഛാശക്തിയുള്ള സർക്കാരിന് മാത്രമേ ഇങ്ങനൊരു പ്രവൃത്തി ഏറ്റെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. എല്ലാ ജീവനോപാധികളും നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ഈ കൊടുക്കാവുന്നതിൽ ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമാണിത്. ഇതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളോടുകൂടി ഒരു വീട് കൊടുക്കുക, ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാവുന്നതിന് അപ്പുറത്താണ് ഇത്. ഇതിൽ ഞങ്ങളുടെ പ്രദേശത്ത് എത്തിയവർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. എത്രയും സ്പീഡിൽ നടക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തി, അതായത് രാവും പകലും ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയും സൗകര്യത്തോടുകൂടിയ എല്ലാ സൗകര്യങ്ങളോടുകൂടിയ വീടുകൾ ഒരു സാധാരണ ആളുകൾക്ക് ജീവിക്കാൻ പറ്റിയ തരത്തിലുള്ള, ഇന്ന് ഒരു ഫ്ലാറ്റിനെക്കാട്ടും കൂടുതൽ സൗകര്യമുള്ള ഒരു വീടായിട്ട് തന്നെയാണ് തോന്നുന്നത്. എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അകത്ത് ഒത്തിണങ്ങിയിട്ടുണ്ട്.